കേരളത്തിലെ ജനതയോട് സാബും ജേക്കബിന് എന്തെങ്കിലും രാഷ്ട്രീയ കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ, ഈ ജനാധിപത്യ രാജ്യത്തോട് ഏതെങ്കിലും തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ തന്നെ അഴിക്കുള്ളിലാക്കുകയെങ്കിൽ മാത്രമല്ല, അതല്ല എങ്കിൽ പോലും ഈ സത്യം പുറത്തുവിടാൻ സാബും ജേക്കബ് തയ്യാറാകണം. അപ്പോൾ 2020 ചെയർമാനും കിറ്റക്സിന്റെ MD-യുമായ സാബും ജേക്കബ് ഇന്നലെ തന്റെ പ്രസംഗത്തിൽ വലിയൊരു വെളിപ്പെടുത്തൽ നടത്തി. ആ സമ്മേളനത്തിൽ ഏകദേശം 50,000-ഓളം പേര് പങ്കെടുത്തു എന്നാണ് റിപ്പോർട്ട്. ആ വലിയ സദസ്സിന് മുമ്പിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് സാബും ജേക്കബ് കഴിഞ്ഞ ദിവസം നടത്തിയത്. കഴിഞ്ഞ കുറെ നാളുകളായി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അദ്ദേഹത്തിന്റെ മകൾക്കെതിരെയും വലിയ വിവാദങ്ങളാണ് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. മാത്യു കുഴൽനാടനും ഷോൺ ജോർജിനെ പോലുള്ള ശക്തരായ ആളുകളാണ് ഈ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അതിനുശേഷം ED-യും SFI-യും ഒക്കെ കയറി നിറങ്ങുകയാണ് മുഖ്യമന്ത്രിയുടെ വീട്ടിലും മകളുടെ ഓഫീസിലുമൊക്കെ. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ 2020 സാബും ജേക്കബിന്റെ വിവാദ പ്രസംഗം ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. എന്താണ് ഈ സാബും ജേക്കബ് പറഞ്ഞത്? ഈ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് സാബും ജേക്കബിനെതിരെ നിരവധി കേസുകൾ കുന്നത്തുനാട്ടിലും എറണാകുളത്തുമൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പലതും ക്രിമിനൽ കേസുകളാണ്. അങ്ങനെ സാബും ജേക്കബിനെ നിരന്തരം കേരള പോലീസ് വേട്ടയാടുന്നു. അതിന്റെ പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പങ്കുണ്ട് എന്നാണ് സാബും ജേക്കബ് പറയുന്നത്. അങ്ങനെ ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഈ ഒരു വെളിപ്പെടുത്തൽ. എന്തായിരുന്നു വെളിപ്പെടുത്തൽ? സാബും ജേക്കബ് പറയുന്നത്, ഇനിയും ഇത്തരത്തിൽ പോലീസുകാർ എന്നെ അറസ്റ്റ് ചെയ്യാൻ വരികയാണെങ്കിൽ, എന്നെ അഴിക്കുള്ളിൽ ഇടാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ, എൻ്റെ കയ്യിൽ ഒരു ആറ്റം ബോംബുണ്ട്. ആ ആറ്റം ബോംബ് പൊട്ടിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ഇരുമ്പഴിക്കുള്ളിലാകുമെന്നാണ് സാബും ജേക്കബിന്റെ വെല്ലുവിളി. ഈ വെല്ലുവിളിയെ കേരളം വെറും ഒരു രാഷ്ട്രീയ വെല്ലുവിളിയായിട്ട് കാണുന്നില്ല. ഈ 2020 പ്രസ്ഥാനം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് എറണാകുളത്ത്, പ്രത്യേകിച്ച് കിഴക്കമ്പലത്തൊക്കെ വളരെ ശക്തമായ പ്രസ്ഥാനമാണ്. 10,000-കണക്കിന് പ്രവർത്തകരും അണികളും ഒക്കെ ഉള്ള പ്രസ്ഥാനമാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA-ക്ക് വേണ്ടി സാബും ജേക്കബ് ചാലക്കുടിയിലോ എറണാകുളത്തുമൊക്കെ ആയിട്ട് NDA-ക്ക് വേണ്ടി മത്സരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പോലും പല ചാനലുകൾ പുറത്തുവിട്ടതാണ്. ഇതിനെയൊക്കെ അക്ഷരാർത്ഥത്തിൽ നിഷേധിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു വെല്ലുവിളി സാബും ജേക്കബ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്താണ് സാബും ജേക്കബ് പറയുന്നത്? ഇനിയും തന്നെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, തന്നെ ജയിലിനുള്ളിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള ആറ്റം ബോംബും ഞാൻ പുറത്തുവിടും. ശരിക്കും ഈ സാബും ജേക്കബ് എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹം ഒരു തികഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിൽ കേരളത്തിലെ ജനതയോട് സാബും ജേക്കബിന് എന്തെങ്കിലും രാഷ്ട്രീയ കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ, ഈ ജനാധിപത്യ രാജ്യത്തോട് ഏതെങ്കിലും തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ തന്നെ അഴിക്കുള്ളിലാക്കുകയെങ്കിൽ മാത്രമല്ല, അതല്ല എങ്കിൽ പോലും ഈ സത്യം പുറത്തുവിടാൻ സാബും ജേക്കബ് തയ്യാറാകണം. അപ്പോൾ മാത്രമാണ് താങ്കൾ ഒരു യഥാർത്ഥ രാഷ്ട്രീയക്കാരനാകുന്നത്. അപ്പോഴാണ് കേരളത്തിലെ ജനങ്ങൾ താങ്കളെ വിശ്വസിക്കാൻ തയ്യാറാകുന്നത്. അതല്ല, ഇത് വെറുമൊരു വെല്ലുവിളി മാത്രമാണെങ്കിൽ, തന്നെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം പുറത്തുവിടാൻ വെച്ചേക്കുന്ന ഒരു ആറ്റം ബോംബാണെങ്കിൽ അത് പുറത്തുവിടണം. അത് പുറത്തുവിട്ടെങ്കിൽ മാത്രമാണ് അത് ആറ്റം ബോംബാണോ, അത് അമിട്ടാണോ, അതോ ചീറ്റിയ പടക്കമാണോ എന്നൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാൻ കഴിയുള്ളൂ. എന്നാൽ താങ്കൾ ഉയർത്തുന്ന വെല്ലുവിളി സത്യസന്ധവും ആത്മാർത്ഥവുമാണെങ്കിൽ അതറിയാൻ കേരളത്തിലെ പൊതുജനത്തിന് താല്പര്യമുണ്ട്. അത് അവരെ അറിയിക്കാൻ താങ്കൾക്ക് ഭരണഘടനാപരമായ ബാധ്യതയുമുണ്ട്.